ഓ എന്തൊരു സൂട്, ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു, താനിത് എപ്പോഴും വീഡിയോ കാസറ്റുമായിട്ട് വരുന്ന മമ്മി കണ്ടോണ്ടല്ലോ. കൊച്ചമ്മ കാറിൽ പോകുന്ന 2 കണ്ണുണ്ട് കണ്ടല്ലോ. ആ, ഏതൊക്കെ പടങ്ങളുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്ത കുചേല, പാലാട്ട് കേമൻ. ആ, അതൊക്കെ താൻ തന്നെ കണ്ടാ മതി. മമ്മൂട്ടിയുടെ വല്ല പടങ്ങളുണ്ട് ഉണ്ടല്ലോ. ആ, ഉണ്ടെങ്കിൽ യൗവനിക അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാന്? അതും വേണ്ട. ആ കാണാമറയത്തുണ്ട്. ആ, തിരുമൽ ദേവ, ഇനി രുക്മയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിറാത്രം. ആ, അതിട്. ഇനിയും കഥ തുടരും. അതോട്. ഇങ്ങനെ പോയാലേ നിന്റെ കഥ അധികം തുടരില്ല. ദിവസം എത്ര ഗ്യാസറ്റൊക്കെ എടുത്ത് കൂട്ടുന്നേ? മമ്മി അറിഞ്ഞോണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ആ, പോയാലേ പുസ്തകത്തിൽ വായിക്കില്ലേ? ആ ആ, എന്തായി ഞാൻ പറഞ്ഞ കേസ്? കിട്ടി. വലിയ പ്രൈസാണ്, കോസ്റ്റ്ലിയാണ്. എത്ര? 150 രൂപയാവും. വിലയ്ക്ക് നോക്കാൻ മാത്രം. ഒന്ന് നോക്കാൻ 150 രൂപ, അത് കൂടുതല. അയ്യോ, ഇത് സർക്ക് വേറെയാണ് സാറേ, കോപ്പിയല്ല, ഒറിജിനലാണ്. ഇതേ കല്യാണമോ ചോദിക്കില്ലേ, പറ്റിയ സാധനമാണ്. വേഗം. ഇത് 10 കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ. പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയതേ തിരുമൽ ദേവ. മതി മതി, എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ താൻ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ? എവിടെയൊക്കെ ഇന്നൊരക്കം, നാളെ കടം. വളരെ വളരെ നന്ദി. ഇന്നൊരു കലക്ക് കലക്ക്. അയ്യോ, അല്ല ഇത് ഹായ്, 10 കമാൻഡ്മെന്റ്സ്. തെലുങ്ക് ഞാൻ കണ്ടിട്ട് വരാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കാം മഞ്ജു. മഞ്ജു മഞ്ജു പ്ലീസ് പറയുന്നത് മഞ്ജു. മഞ്ജു ഇതാ മഞ്ജു. മഞ്ജു ഇത് അതല്ല, കാണാൻ കൊള്ളില്ല മഞ്ജു. മഞ്ജു മഞ്ജു ഇത് നോക്കരുത് മഞ്ജു. അയ്യോ മഞ്ജു 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 നിക്ക് മഞ്ജു. അയ്യോ മഞ്ജു, ഞാൻ പറയുന്നേക്ക. അയ്യോ മഞ്ജു മഞ്ജു, ഞാൻ പറയുന്നേക്ക മഞ്ജു. പ്ലീസ് പ്ലീസ് മഞ്ജു 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 മഞ്ജു. ബഹളമല്ല മഞ്ജു, ഇത് കാണാൻ പാടില്ല മഞ്ജു. മഞ്ജു സെറ്റ് ചെയ്താ മഞ്ജു. മഞ്ജു അങ്ങനത്തെ ക്യാസറ്റാണ് മഞ്ജു. അയ്യോ മഞ്ജു, മഞ്ജു പറയുന്നേക്ക് മഞ്ജു. മഞ്ജു മഞ്ജു ഇടേ മഞ്ജു. എന്റെ അങ്ങാടി ഗണപതി, അയ്യോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ എന്ത് ചെയ്യും മഞ്ജു? അയ്യോ മഞ്ജു പ്ലീസ് മഞ്ജു, ഇപ്പൊ ഇടരുത് മഞ്ജു. മഞ്ജു പിന്നെ തരാം. അയ്യോ എന്റെ ദൈവമേ, കറണ്ട് പോയല്ലോ. കറണ്ട് വന്നിട്ട് ഞാനൊന്ന് വിളിക്കാം. മറക്കാതെ വിളിക്കണേ. മറക്കാതെ വിളിക്കാം. അയ്യോ, ഓ ഇനി കറണ്ട് വരാതെ കൊണ്ടാ വെളി വരില്ലല്ലോ. ഇവിടെ കുത്തിയിരിക്കാം. അയ്യോ, എത്രയുണ്ട്? 90/120. ആ, മിസ് മേനോന് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ പ്രഷർ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആയിരിക്കുന്നത്. എന്നാലും എന്നെ വിളിച്ചിടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. ഇഷ്ടാനുസരണമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നോർമലായിട്ടിരുന്നിട്ട് എന്ത് പ്രയോജനം പത്മാവതി? ആഹാരം കഴിച്ചു കഴിഞ്ഞൊന്ന് പുകച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം. അല്ല, ഡോക്ടർക്ക് അറിയാമല്ലോ. ഏതായാലും മേനോൻ സിഗരറ്റ് വലിക്കരുത്. രവി, ബാക്കിയുള്ളവരെല്ലാം രവി നോക്കിയാൽ മതി. ശരി, എനിക്കൊരല്പ തിരക്കുണ്ട്. വരട്ടെ. ഓ വരട്ടെ. ആ, ചേട്ടത്തി പോയിരുന്നു. സുരേഷ്, ഞാൻ കയ്യൊന്ന് നോട്ടിക്ക്. ആ കൈ. നീ സിഗരറ്റ് വലിക്കാറുണ്ടല്ലേ? ഇല്ല മമ്മി. കള്ളം പറയണ്ട. പിന്നെന്താ ഈ വരുന്നിടം മഞ്ഞ നിറം? അത് ഓഫീസിൽ. മതി മതി. ഓഫീസ് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപദേശിക്കാനില്ലല്ലോ. അപ്പോഴായിരിക്കും വഴി കൂടുന്നത്. നോക്ക്, ഇനി ഇത് തുറന്നാലുണ്ടല്ലോ നിന്റെ ഓഫീസിൽ പോയി നിർത്തും. മനസ്സിലായോ? മമ്മി എന്താടാ? അല്ല, എനിക്ക് സംശയം. ആ, ഈ സിഗരറ്റ് ബാഗിന്റെ മുകളിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഗവൺമെന്റ് നിരോധിക്കാത്തത്? എങ്കോ ഈ സിഗരറ്റ് വിൽപ്പന കൊണ്ട് എത്ര ലക്ഷം രൂപ നികുതി ഇനത്തി ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് അറിയാമോ? ഓ, അത് ശരി. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം പോലെ സാരമല്ല, ഗവൺമെന്റിന് കാശ് കിട്ടിയാൽ മതിയായിരിക്കല്ലേ? അതിപ്പോ നീ പറഞ്ഞത് ശരിയാ. ഗവൺമെന്റിന്റെ കാര്യം അവര് നോക്കിക്കോളും. നീ നിന്റെ കാര്യം നോക്കും. മനസ്സിലായോ? പോയി ബുക്ക് എടുത്ത് വായിക്കും. ഡാ, അല്ല, പഠിക്കാൻ പറഞ്ഞതാ.
മോള് ഇതുവരെ എവിടായിരുന്നു? ഡോക്ടറെ കുത്തിയൊക്കെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കായിരുന്നു. മിടുക്കി. ഈ കേസിന് ഞാൻ പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് ആവശ്യം. ചേട്ടാ കൺഗ്രാജുലേഷൻ. എന്റെയും. ആ ഇനി മഞ്ജു വരണം. ഞാനോ? എനിക്കൊരു അസുഖമില്ല. ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വരണം. ചെല്ലു മഞ്ജു. മോനെ സുരേഷ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമമുണ്ടല്ലേ? ഇല്ല ഡാഡി. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ചീത്തയാവുണ്ടല്ലേ മമ്മി അങ്ങനെ പറഞ്ഞത്? കഴിവതും സിഗരറ്റ് വലിക്കരുത്. മോനി വന്നേ. മോന്റെ സിഗരറ്റ് ഇരിപ്പുണ്ടോ? ഡാഡിക്ക് രണ്ട് പുകയെടുക്കാനാ. മമ്മി ഡാഡി ഞാൻ ചോദിച്ചില്ല. Oh my God. 220 by 110. ഇപ്പോഴല്ലേ മഞ്ജു ഇങ്ങനെ ചൂടാകുന്നതിന്റെ കാര്യം മനസ്സിലായത്? ഈ ഒരു വഴിയുള്ളൂ. പ്രഷർ നോർമൽ ആവണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ, ഇത്രയും വലിയ സൂചിയോ? മഞ്ജുവിന്റെ രോഗവും വരുന്നല്ലേ? എനിക്കൊരു അസുഖമില്ല. ഇഞ്ചക്ഷനും വേണ്ട. ശരി. ചെവി പറഞ്ഞ ശരിയാണോ? മഞ്ജുവിന് ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഷീസ് ഓൾ റൈറ്റ്. ഡോക്ടർ സാറേ, എന്താ? ഇന്നലെ ഞാനേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്ന് ഉച്ചിട്ട് പറ. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? There is a limit for everything. ഇതൊരു നാശമായല്ലോ. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. ഒച്ച വെച്ച് ബഹളം കൂട്ടുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. വെച്ച എന്താ ഇത്? നീ എന്താ ഇത്ര ഉച്ചത്ത് ബഹളം വെക്കുന്നത്? അതന്നെ ഇത് ഞാനും പറഞ്ഞത്. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആന്റി വഴക്ക് പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ദേവി കേൾക്കണ്ടേ? ഡോക്ടറാണെന്നുള്ള ഗമയാ, അതുകൊണ്ടാ ആന്റി അനുസരിക്കാത്തത്. എന്താ രവി ഇത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക് ഞാൻ പറഞ്ഞിരുന്നോ ഡിസിപ്ലിന്റെ കാര്യം? സോറി മമ്മി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചേട്ടത്തിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയത്തിയോട് മര്യാദയ്ക്ക് പറയണം. എന്ത് രവി കാര്യം? വെറുതെ ആവശ്യമില്ല മമ്മിയെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനുള്ള പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഇന്നലെ പ്രഷർ അധികമാണെന്ന് പറഞ്ഞ് വരട്ടിയില്ലേ, അതിന് പകരം തീർത്തായിരിക്കും. ഇവിടെ മുത്തശ്ശി, ഇത് ആദ്യ ചെരുപ്പിന്റെ അടയാളോ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈ ഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാണ്? ഇവിടെ ഹൈ ഹീൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ചേച്ചി എഴുന്നേറ്റ്. എന്തിനാ എഴുന്നേറ്റ്. ആ ചെരുപ്പം കാണിച്ച്. ആ അത് തന്നെ നാളെ ചെലവെറ്റിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോട് അകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മി എന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി?
അതിന് ഞാനല്ലേ ഇത് ചെയ്തത്. ഇത് ചേച്ചിയുടെ അടുപ്പിന്റെ അടയാളല്ലേ? ചേച്ചി എന്നെ തുടങ്ങണം. ഞാനും അതിന് ഒരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടയ്ക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാം. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കാൻ. ആരെഴുക്കാക്കിയോ അവർ തന്നെ തുടച്ചാൽ മതി. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാനാണിത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാനാണ് മഞ്ജുവിന്റെ ചെരുപ്പുറത്തോടൊന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു, നീ തുടക്കണ്ട. അവിടെ വെച്ചേക്ക്. വന്നിരിക്കേ. എന്താ മഞ്ജു ഒറ്റയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്? ഒറ്റയ്ക്ക് പുറത്തിരിക്കാൻ പാടില്ലെന്നും ഇവിടെ നിയമമുണ്ടോ? മാഡം ഇന്ന് വളരെ ചൂടിലാണല്ലോ. ഒന്ന് പ്ലസന്റ് ആയിരുന്നു ഇവിടെ. പ്ലസന്റ് ആയിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലെ ഡിസിപ്ലിനും നിയമം അങ്ങനെയാണല്ലോ. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാ. ഐ എം സോറി മഞ്ജു. ഇന്നലെ മഞ്ജു മമ്മിയെ കൊണ്ടുതന്നെ വഴക്ക് കഴിപ്പിച്ചപ്പോഴുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് മഞ്ജുവിന് ഇത്രയും ഫീലിംഗ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? തടിമാടന്മാരായ 4 ആണുങ്ങൾ ജീവിക്കുന്ന വീടാണിത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഇതെല്ലാം ഒരു അടിമത്തമാണ്. അടിമത്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസിപ്ലിൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഡിസിപ്ലിൻ അതിര് കിടന്ന എല്ലാം ഒരുതരം അടിമത്തമാണ്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ വളർന്നു വന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് തന്നെ ഒരുതരം കോംപ്ലക്സ് ആണ്. മനസാക്ഷി മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിനയം. മഞ്ജുവിനോട് സത്യം പറയാമല്ലോ, മമ്മിയുടെ ഈ നിയമങ്ങൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് അനുസരിക്കുന്നതെന്ന് മഞ്ജുവിന് തോന്നിയിട്ടുണ്ടോ? ഇതൊരു വീടാണ്, അല്ലാതെ ജയിലൊന്നുമല്ല. ഈ കർശനമായ നിയമങ്ങൾ മാറ്റണം രവി. എങ്ങനെ മാറ്റുന്നതാണ് മഞ്ജു പറയുന്നത്? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ കയ്യിലെടുത്താലാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ കഴിയുക? ടിങ്കുവിനെ പിടിച്ചാൽ കഴിയുമോ? അതോ ശാലുമുള ആയാലോ? ആന്റി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. മോൾ ഉറങ്ങുന്നില്ലേ? മോക്ക് ഉറക്കം വരുന്നില്ല ആന്റി. എന്നാ വാ, മോൾ ആന്റിയുടെ കൂടെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം. മോക്ക് ഈ വീട്ടിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? എന്തിനാ ആന്റി? വെറുതെ ആന്റിക്കൊന്ന് അറിയാനാ. അത് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആന്റിയോടാ. എന്നോടോ? നീ ആട് കൊള്ളാലോടി. മോനെ ഇടിക്കായിരിക്കും. അല്ല ആന്റി, ഞാൻ നേരെ പറഞ്ഞേ. ആന്റി സ്മാർട്ടാ. അതുകൊണ്ടാ. മോക്ക് സ്മാർട്ട് ആയിക്കൂടെ? ഞാൻ സ്മാർട്ട് ആയാലേ മുത്തശ്ശിക്ക് പിടിക്കൂല. ഡാൻസ് കളിക്കാനും പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കില്ല. മുത്തശ്ശിക്ക് എല്ലാം ടൈം ടേബിളാ. മോക്ക് മുത്തശ്ശിന് ഇഷ്ടമാണോ? മുത്തശ്ശൻ പാവാ. മുത്തശ്ശിയോ? ആന്റി മുത്തശ്ശിയോട് പറയോ? ആന്റി ആരോടും പറയില്ല. മോള് പറഞ്ഞു. മുത്തശ്ശി ഒരു മൂശാട്ടിയാ. എന്നാലും എന്നോട് ഇഷ്ടമുണ്ട് കേട്ടോ. ആന്റി പറയോ? ആന്റി ആരോടും പറയില്ല മോളെ. മോളോട് മുത്തശ്ശിക്ക് ഇഷ്ടമാണെങ്കിൽ മോക്കെന്തിനാ മുത്തശ്ശിയോട് ദേഷ്യം? ദേഷ്യമൊന്നുമില്ല. അതേ, എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിച്ചില്ല. നഴ്സറിയില് അനുമോക്കും നിശമോക്കും എല്ലാവർക്കും ഡാൻസ് അറിയാം. എനിക്കൊന്ന് പഠിക്കണം. പക്ഷെ മുത്തശ്ശി സമ്മതിക്കില്ല ആന്റി. ശരി, മോള് വിഷമിക്കണ്ട. നമുക്ക് ആന്റി ഡാൻസ് പഠിപ്പിച്ചു തരാം.
പക്ഷെ ഒരു കണ്ടീഷൻ, ആന്റി പറയുന്ന പോലെ അനുസരിക്കണം. ഓക്കെ? ശരി ആന്റി. ഈ പ്രിന്റിംഗ് നന്നായിരിക്കുന്നില്ലേ ചേച്ചി? ഡാഡി ഡാഡി ഡോക്ടർ സാറേ, ആ കാറിന് കീയം തരാം. എന്തിനാ? എനിക്കൊന്ന് ബീച്ച് വരെ പോവാന്. അതിന് മഞ്ജുവിന് കൊടുത്ത വഴികളൊന്നും പരിചയമില്ലല്ലോ, പിന്നെ എങ്ങനെ? അതിന് കീഴായിട്ടാണല്ലോ ഈ അണ്ണൻ കൂടെ പോകുന്നത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി വരുന്നതിന് മുമ്പ് അണ്ണനിങ്ങ് എത്തണം. അല്ല, വണ്ടി ഓടിക്കാൻ അറിയോ? കണ്ടോ? വാ വാ. ചേട്ടത്തിനെ, പാർട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അതോ എവിടെയും കൊണ്ട് ചേർത്തു? അതൊന്നുമില്ല. ആർക്കറിയാം. ടാറ്റാ ഡാഡി. ടാറ്റാ മോളെ. ടാറ്റാ. നടന്ന് ക്ഷീണിച്ചു. ചേച്ചി, ക്ഷീണം മാറ്റം നമുക്ക് കുറച്ച് കപ്പലിന് ഞാൻ ചോദിച്ചാണ്ട്. പുറത്തു നിന്ന് ഒന്നും വാങ്ങിച്ചു കഴിക്കരുതെന്നാ മുത്തശ്ശിയുടെ ഓർഡർ. അതിന് മുത്തശ്ശി കാണുന്നില്ലല്ലോ. വേണ്ട വേണ്ട, കപ്പലന്റെ ഒന്നും വേണ്ട, നമുക്കത് അവിടെ പോയിരിക്കാം. വാ, 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 വാ. വാ, ഇരിക്ക്. ടിങ്കുവിന് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണല്ലേ? ആര് പറഞ്ഞു? അത് ടിങ്കുവിന്റെ മുഖം കണ്ട് അറിഞ്ഞു. ആണോ? സത്യം പറയാലോ ചേച്ചി, സിനിമ അഭിനയിക്കുക എന്നാണ് എന്റെ ജീവിത ലക്ഷ്യം. എനിക്കൊരു മമ്മൂട്ടിയാണ്. ചേച്ചി മമ്മൂട്ടി അറിയോ? ഏത്? ഫിലിം സ്റ്റാർ മമ്മൂട്ടിയല്ലേ? അതേ ചേച്ചി, നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഓ, നമ്മുടെ നബീസയുടെ ഇക്ക. ഏത് നബീസ, ഏത് ഇക്ക? ഹ, എന്റെ കൂടെ പഠിച്ച നബീസയുടെ ബ്രദറാണ് ഈ മമ്മൂട്ടി. ആഹാ, എന്റെ വീട് എറണാകുളത്തല്ലേ? അതെ. എന്റെ വീടിന്റെ 4ാമത്തെ വീടാണ് മമ്മൂട്ടിയുടെ വീട്. അയ്യോ തന്നെ. ടിങ്കുവിന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞ് ശരിപ്പെടുത്താം. പറയൂ ചേച്ചി. ഓ യെസ്. ഹോ, എന്റെ മനസ്സാണ് ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. സത്യം പറയാലേ ചേച്ചി, കൂട്ടിലുടെ കിളിയെ പോലെയാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ ഈ നശിച്ച ജീവിതം ഉപേക്ഷിച്ച് അനന്തമായ ആകാശത്തോടി സ്വതന്ത്രമായി പറന്നു നടക്കണം. എന്നാ പിന്നെ ടിങ്കുവിന് പറഞ്ഞൂടെ? മുത്തശ്ശി കൈയും കാലും നല്ല ഓടിക്കും. ടിങ്കു ഇങ്ങനെ മമ്മി പേടിച്ചിരുന്നാലേ മമ്മൂട്ടി ആവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിനനുസരിച്ച ടിങ്കുവിന് ഞാൻ മമ്മൂട്ടിയൊക്കെ തരാം. തരൂ ചേച്ചി. അപ്പൊ ആന്റി എന്നെ ഡാൻസോ? അത് ഞാൻ പഠിപ്പിച്ചു തരാൻ മോളെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം. ചേച്ചി പറയുന്ന എന്ത് ഞാൻ കേൾക്കാം. ഞാനും. വെരി ഗുഡ്. ആദ്യം നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ കയ്യിലെടുക്കണം. ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഫോർ എക്സാമ്പിൾ, ആന്റിക്ക് സെൻസർ ഓഫീസും ഡിസിപ്ലിനും വീട്ടിലെല്ലാവരും അടുക്ക് ചിട്ടയുമായി നടക്കണം, എക്സെട്രാ എക്സെട്രാ. അതുപോലെ അങ്കിളിന് എന്തൊക്കെയാണ് ഇഷ്ടം? ഡാഡിക്ക് ഇങ്ങനെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നതിനോടാണ് താല്പര്യം. ചേച്ചി കേൾക്കണം, ഒരു ദിവസം ഇങ്കോ എന്താ ഡാഡി ഇതേ വന്നേ എനിക്ക് ഈ പൂ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാമോ? ഇല്ല. അതിങ്ങനെ മുട്ടായി വളർന്ന് വിടർന്ന് വീണ്ടും, ഞാൻ പറയുന്നത് കേൾക്കണം, വിടർന്ന് വലുതായി ഇങ്ങനെ കൊലയായിട്ട്. എനിക്ക് ഇത് ചേച്ചിക്ക് എന്തിനോടാ ഇഷ്ടം? ചേട്ടത്തിക്ക് എന്തിനോടാ ഇഷ്ടം? ഞാൻ പറയാം ആന്റി. മമ്മി എന്നെ രാവിലെ കണ്ണാടിയുടെ മുമ്പില് ഡാൻസ് ചെയ്യാനേ അറിയോ? മമ്മി മുത്തശ്ശി പേടിച്ചിട്ട് എന്നും വാതിലടിച്ചിട്ട് ഡാൻസ് ചെയ്യൂ. ആദ്യമായിട്ട് ഡാൻസ് ചെയ്യാൻ പോലും പാടില്ലെന്ന് പറഞ്ഞാലോ? കഷ്ടം തന്നെ. ചേട്ടന്മാർക്ക് എന്തൊക്കെയാ ഇഷ്ടം? രാജേട്ടനും സുരേഷേട്ടനും ചീട്ട് കളിക്കാൻ വലിയ ഇഷ്ടം. ചീട്ട് കളിക്കാനോ? ഒരു ദിവസം ഇവിടെ ആരെയും കാണുന്നില്ല. ആഹാ, ഓഫീസിനകത്ത് ഇതാണ് പരിപാടി അല്ലേ? എന്ത്
എന്ത് പരിപാടി? തീർച്ചകളി, വെള്ളാടി, ചീട്ടുകളി. ആ കൊള്ളാം. ഇതുപോലെ വീട്ടിൽ ചെന്ന് പോയാൽ നിന്റെ തലക്കിട്ട് അടിച്ചു. നീ എവിടെ വെച്ചിട്ടാ അതിന്റെ അകത്ത് കയറി വന്നത്? ഓഫീസിൽ കയറി വരുന്നതിന് ചില മാനേഴ്സ് ഒക്കെ അല്ലേ? ബ്ലഡി ഫൂൾ. വെള്ളാടിച്ച് നന്നായിട്ട് വരണ. ഇന്ന് മമ്മയെടുത്ത് പറഞ്ഞിട്ട് ബാക്കി കാര്യം. നീ ചൂടാകാതെ. ഇവിടെ നിനക്കിപ്പ എന്താ വേണ്ടത്? ഞാൻ ഒരു 25 രൂപ കടം ചോദിക്കാമെന്ന്. 25 രൂപയെ എന്നാ കൊണ്ടുപോയി സൂയിക്ക്. 100 പ്രായത്തിൽ ഇത് പോരാ. ഇത് ഇവിടെ വെച്ചോ. അത് ശരിയാ. ആ നീ വീട്ടിൽ ചെന്ന് മമ്മിയോട് ഇവിടെ നടന്നു അറിയരുത് കേട്ടോ. ശരി ശരി. മമ്മി ചോദിച്ചാലേ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെയാണെന്ന് പറയണം. അതൊക്കെയല്ലേ ആ ചേട്ടന്മാരെ, ഇനിയും ചിലപ്പം പൈസക്ക് ആവശ്യം വരും. അങ്ങനെയാണോ സമീപിക്കാം. ഓക്കെ. ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ വെള്ളം അടിക്കാറുണ്ടോ? വീട്ടിൽ ഇരുന്ന് കളിക്കാൻ നട്ടലില്ലാതെ ഒരു സ്ഥാപനത്തിലിരുന്ന് ചീട്ട് കളിക്കും വെള്ളടിക്കൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എന്താ മമ്മിയോട് പറയത്തത്? പൊന്നിട്ട് വരുന്ന താറാവിന് ആരെങ്കിലും കൊല്ലുവച്ചി. അവരുടെ ഓഫീസിൽ നിന്ന് കളിക്കും. ഇനി കോളം ദിവസം ഇടയ്ക്കിടയ്ക്ക് ചില്ലറ വെട്ടാറുണ്ട്. ചില ദിവസം പോക്കറ്റ് മണി തരില്ലെന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ മമ്മയുടെ അടുത്ത് പറയുന്നു പറയും വേറെ പൈസ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ടിങ്കുന് ബ്ലാക്ക് മെയിലിംഗ് അറിയാല്ലേ? അയ്യോ ചേച്ചന്റെ മമ്മൂട്ടി. അത് ഞാൻ ഏറ്റുന്നേ. അപ്പൊ ആന്റിയുടെ ഡാൻസോ? അതും ഞാൻ ഏറ്റു. ഇന്ന് വീട്ടിൽ പോയി നമുക്കൊരു പ്ലാൻ ഉണ്ട്.